നമസ്കാരം. തലയ്ക്ക് മീതെ കടം പെരുകുമ്പോൾ പാകിസ്ഥാൻ ചെയ്യാൻ പാടില്ലാത്ത രാജ്യപുരോഗതിയെ മോശമായി ബാധിക്കുന്ന അറ്റകൈ പ്രയോഗത്തിലേക്ക് നീങ്ങുകയാണ്. പാകിസ്ഥാനിൽ അറ്റകൈക്കാണ് ഭരണകൂടം ഒരുങ്ങുന്നത്. എന്താണ് പാകിസ്ഥാന്റെ നീക്കം? സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും മറികടക്കുവാനായി മോചനം നേടുവാനായിട്ട് കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാൻ പാക് ഭരണകൂടം ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാനുള്ള നീക്കവുമായിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത്. ഔഷധ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുന്നു എന്നാണ് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം. എന്നാൽ അതൊന്നുമല്ല പാകിസ്ഥാന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. കഞ്ചാവിന്റെ ദുരുപയോഗത്തിനുള്ള ഒരു വഴി തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ തുറന്നെടുത്തത്. കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമെന്നും വിവരമുണ്ട്. മെഡിക്കൽ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ ഇത് സംബന്ധിച്ചൊരു ഓർഡിനൻസ് പാസാക്കിയിരുന്നു. കഞ്ചാവ് കൃഷി, വിൽപ്പന എന്നിവ നിയന്ത്രിക്കുന്നതിന് കാനബസ് കൺട്രോൾ റെഗുലേറ്ററി അതോറിറ്റിയും രൂപീകരിച്ചിരുന്നു. വ്യാവസായിക ആവശ്യങ്ങൾക്കും മരുന്നുകൾക്കുമായിട്ടാണ് കഞ്ചാവ് ഉപയോഗിക്കുക എന്നായിരുന്നു വിശദീകരണം. കഞ്ചാവ് കൃഷി ചെയ്യുന്നതിലൂടെ കയറ്റുമതിയും ആഭ്യന്തര വിൽപ്പനയും വിദേശ നിക്ഷേപവും എന്നിവയിലൂടെയൊക്കെ വരുമാനം ഇരട്ടിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷ. വിഷാദം, ഉത്കണ്ഠ, അതുപോലെ അസഹനീയമായ വേദനകൾ, ഇതിനൊക്കെ കഞ്ചാവ് ഉത്തമമാണെന്നാണ് പറയുന്നത്. പക്ഷേ കഞ്ചാവ് ദുരുപയോഗം ചെയ്യാനുള്ള പാകിസ്ഥാന്റെ ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വിഷാദം, ഉത്കണ്ഠ, അസഹനീയമായ വേദനകൾ, ഇതിനൊക്കെ കഞ്ചാവ് ഉത്തമമാണെന്നാണ് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം. കഞ്ചാവ് ദുരുപയോഗിക്കപ്പെടാനുള്ള പാകിസ്ഥാന്റെ ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വിനോദ ആവശ്യങ്ങൾക്ക് കഞ്ചാവ് ഉപയോഗിക്കുന്നത് തടയുമെന്നൊക്കെ പാകിസ്ഥാൻ അധികൃതർ പറയുന്നുവെങ്കിലും ഇതൊന്നും പ്രായോഗികമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഔഷധ ഗുണമുള്ള കഞ്ചാവിനായി ഒരു ആഭ്യന്തര വ്യവസായം വികസിപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അയർലൻഡ് ആസ്ഥാനമായുള്ള റിസർച്ച് ആൻഡ് മാർക്കറ്റ്സ് എന്ന ഗവേഷണ സ്ഥാപനത്തിന്റെ കണക്കനുസരിച്ച് 2022 ഏകദേശം $7 ബില്യൺ ആയിരുന്ന ആഗോള കനാബിഡിയോൾ വിപണി, അതായത് കഞ്ചാവ് വിപണി 2027 $30 ബില്യൺ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുമാറാത്തതും നിശ്ചിതവുമായ വേദന, അതേപോലെ മറ്റ് മെഡിക്കൽ കണ്ടീഷൻ, ഇതിനൊക്കെ കഞ്ചാവ് സഹായിക്കുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് അത്രേ. പാകിസ്ഥാൻ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അധികൃതരും ഇക്കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് പുതിയ നീക്കത്തിന് പിന്തുണ നൽകുന്നത്. ഒരു രാജ്യത്തിന് കഞ്ചാവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും പ്രോസസ് ചെയ്യാനും വിൽപ്പന നടത്താനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വിതരണ ശൃംഖല കൈകാര്യം ചെയ്യുകയും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുകയും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പു നൽകുന്ന ഒരു ഫെഡറൽ സ്ഥാപനം ഉണ്ടായിരിക്കണമെന്നാണ് UN നിയമങ്ങൾ പറയുന്നത്. രാജ്യത്തിന് ഔഷധ സസ്യങ്ങളുടെ കൃഷി അതിന്റെ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കാമെന്നും കയറ്റുമതി, വിദേശ നിക്ഷേപം, ആഭ്യന്തര വിൽപ്പന എന്നിവയിലൂടെ വരുമാനം നേടാനും അതിന്റെ അസ്ഥിരമായ വിദേശ കരുതൽ ശേഖരം ഉയർത്താനും കഴിയുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അധികൃതർ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതുവരെ പാകിസ്ഥാനിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നത് നിയമപ്രകാരം തടഞ്ഞിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശം, പ്രത്യേകിച്ച് ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരിയിലെ ഓർഡിനൻസ് ഈ പറഞ്ഞ നിയമവിധേയമാക്കുവാൻ കഞ്ചാവ് കൃഷി ചെയ്യാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറുവശത്ത് രാജ്യത്ത് കഞ്ചാവ് കൃഷി ചെയ്യുന്ന പ്രദേശത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചും പ്ലാന്റ് വളർത്തുന്നതിന് കർഷകർക്ക് ലൈസൻസ് നൽകുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു സങ്കീർണത ഇതിനിടയിലുണ്ട്. ഒരു പക്ഷം പറയുന്നു ഇത് നിയമവിധേയമാക്കി ഔഷധ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്നുള്ളത്, മറുപക്ഷത്ത് ഇതിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ ഒരു ഓർഡിനൻസ് കമ്മിറ്റിയും കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു അന്തരം ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ആളുകൾക്കിടയിൽ, കർഷകർക്കിടയിൽ. മറുവശത്ത് അതായത് പുതിയ റെഗുലേറ്ററി ഭരണകൂടത്തിന് ലൈസൻസ് ഇല്ലാതെ കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പിഴ ചുമത്താൻ സർക്കാരിന് വ്യക്തമായ ഉത്തരവ് നൽകാൻ കഴിയും. സാങ്കേതികമായിട്ട് ഓർഡിനൻസ് പാസ്സാക്കിയതിനാൽ ഇപ്പോൾ കൃഷി നിയമപരമാണ് എന്നതാണ് യാഥാർത്ഥ്യം. 5 വർഷത്തേക്ക് ലൈസൻസ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും കർഷകരൊക്കെ. നിയമപരമായിട്ട് കഞ്ചാവ് വളർത്താൻ കഴിയുന്ന മേഖലകൾ ഫെഡറൽ ഗവൺമെന്റ് നിശ്ചയിക്കുമെന്നും പറയുന്നുണ്ട്. കഞ്ചാവ് കൃഷിയുടെ ദീർഘകാല പാരമ്പര്യം എന്തായാലും പാകിസ്ഥാൻ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഒരു അവസരം പ്രയോജനപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടബാധ്യതയിൽ നിന്നും കരകയറുവാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു പോംവഴി. സൂര്യപ്രകാശത്തെ ആശ്രയിച്ച് കീടനാശിനികൾ, വളങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ എന്നിവയുടെ കുറഞ്ഞ ഉപയോഗത്തോടെയാണ് ഈ കൃഷി പാകിസ്ഥാനിൽ പുരോഗമിക്കുന്നത്. പാകിസ്ഥാൻ കഞ്ചാവിന്റെ ജൈവ സ്വഭാവം മറ്റു പല രാജ്യങ്ങളിലും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട് ഇതിനെ. അപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അതിന്റെ മറവിലൂടെയാണ് പാകിസ്ഥാൻ പുതിയ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്ന കാര്യം. നമുക്കറിയാം 2022 മുതൽ അത്യന്തം മോശമായ സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. കണക്കുകൾ അനുസരിച്ച് പാകിസ്ഥാനിലെ പണപ്പെരുപ്പ നിരക്ക് 25% ഉയർന്നിട്ടുണ്ട്. 1.9% രാജ്യത്തെ സാമ്പത്തിക വളർച്ച. അപ്പോൾ പാകിസ്ഥാൻ നട്ടം തിരിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ
അത്യന്തം ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന ഒരു മേഖലയിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പോംവഴിക്കായിട്ട് ആശ്രയിച്ചിരിക്കുന്നത്. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുന്നതിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്? രാജ്യത്തിന്റെ പുരോഗതി അത് എങ്ങനെയാണ് ബാധിക്കുക? യുവാക്കളുടെ ജീവിതത്തെ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ കാര്യങ്ങളിലൊക്കെ വലിയ സങ്കീർണതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.